ഒരു പ്രത്യേക അറിയിപ്പ്. സിറ്റിയിലും ഗ്രാമങ്ങളിലും കൊറോണ ബാധിതരുടെ എണ്ണം ദിവസം കൂടുന്തോറും വർദ്ധിപ്പിക്കുന്നതിനാൽ സെൻട്രൽ ഒപ്പം സ്റ്റേറ്റ് ഗവൺമെന്റ് കൊറോണ പ്രതിരോധ നടപടികൾ ശക്തമാക്കുന്നതിനാൽ പൊതുജനങ്ങൾ ഇതെല്ലാം പാലിക്കണമെന്ന് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. യാതൊരു കാരണങ്ങളുമില്ലാതെ പൊതുജനങ്ങൾ കൂട്ടം കൂടുന്നതും ഉത്സവങ്ങളിലും മാർക്കറ്റുകളിലും ജനങ്ങൾ ഒന്നുകൂടുന്നത് നിരോധിച്ചിരിക്കുകയാണ്. അത്യാവശ്യമായി വേണ്ടപ്പെട്ട മരുന്ന് ഷോപ്പുകൾ, അതായത് മെഡിക്കൽ ഷോപ്പ്, പലചരക്ക് കടകൾ, പാൽ, പഴങ്ങൾ, ഒപ്പം പച്ചക്കറി കടകൾ അല്ലാതെ ബാക്കിയുള്ള എല്ലാ കടകളും മുഴുവനുമായും അടയ്ക്കപ്പെടും. അതോടൊപ്പം കൊറോണ ബാധിച്ചവർ ഒരിക്കലും വീട് വിട്ട് പുറത്തു വരാൻ പാടില്ല. എല്ലാ മതകേന്ദ്രങ്ങൾക്കും ഉത്സവം ഒപ്പം മറ്റുള്ള കാര്യങ്ങൾ നടപ്പിലാക്കരുത് എന്ന് അറിയിക്കുന്നു. മെഡിക്കൽ ഒപ്പം എമർജൻസി ട്രീറ്റ്മെന്റ് അല്ലാത്ത ആരും പുറത്തിറങ്ങി നടക്കരുത്. ശ്രദ്ധിക്കണം. ഓട്ടോ, ഓല, ഊബർ, മറ്റുള്ള എല്ലാ ടാക്സികളും പൂർണ്ണമായും നിരോധിക്കപ്പെട്ടിരിക്കുന്നു. ഇത് സർക്കാരിന്റെ ഉത്തരവാണ്. സിനിമാ തിയേറ്റർ, പബ്ബുകൾ, ബാർ, ഒപ്പം റെസ്റ്റോറന്റ് ഇതെല്ലാം പൂർണ്ണമായും അടയ്ക്കപ്പെടണം. സ്വിമ്മിംഗ് പൂൾ, ജിം, കോച്ചിങ് സെന്റർ, ഒപ്പം കോളേജുകൾ, സ്കൂളുകൾ നടത്താൻ പാടില്ല. ഇത് മുഖേന സെൻട്രൽ ഗവൺമെന്റ് ജനങ്ങളോട് സാമൂഹിക അകലം പാലിക്കണമെന്ന് ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ ഇപ്പോൾ കോളുകൾ സ്വീകരിക്കുന്നില്ല. ഹലോ, ഞാൻ തനുജയുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ചെക്ക് ചെയ്തു. അവളുടെ നീറ്റ് ആപ്ലിക്കേഷൻ റിജക്ട് ആയിരിക്കുന്നു. സോറി സർ, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഹലോ സർ. ആ ഡീറ്റെയിൽസ് പറയൂ. എന്താ ആളുടെ പേര്? രാജനും ലക്ഷ്മിയമ്മയും. ആ ശരി. അയാൾക്ക് എത്ര വയസ്സുണ്ട്? ഒരു 40 ഉണ്ടാവും. 40 വയസ്സ്. എന്തു പറ്റി? അത് പിന്നെ അവര് കീടനാശിനി കുടിച്ചു വന്നേ. നഴ്സ് ഇങ്ങോട്ട് വന്ന് നോക്കൂ. ഈ സൈഡിലോട്ട് വരൂ. പിന്നെ എമർജൻസി ആണ്. ഇങ്ങോട്ട് വരൂ. അപ്പച്ചാ ശ്വാസം വലിച്ചു വിടൂ. നല്ലോണം വലിച്ചു വിടൂ. ആ ഇനിയും കുറച്ചുകൂടെ. ആ മുത്തശ്ശ, കണ്ണ് തുറക്കൂ. സിസ്റ്റർ, ഡോക്ടർ വന്നോന്ന് നോക്കൂ. മുത്തശ്ശ കണ്ണ് തുറക്കൂ. മുത്തശ്ശ കണ്ണ് തുറക്കൂ. എന്നെ നോക്കൂ. എന്നോട് സംസാരിക്കൂ.
ഡ്യൂട്ടി അവേഴ്സൊക്കെ ആരാ നോക്കുന്നത്? അപ്പോഴേ പോവും. എമർജൻസിക്ക് ഒരു ഡോക്ടർ വേണമെന്ന് പറഞ്ഞാൽ ആരും ഇല്ല ഇവിടെ. എന്ത് ചെയ്യാനാ? ഇപ്പൊ നോക്കിയാൽ എല്ലാം നമ്മുടെ തലയിൽ തന്നെ അവസാനം വരുന്നത്. ഡോക്ടർ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ജീവൻ കിട്ടിയിരുന്നെ. ചേട്ടാ എവിടെയാ? മോനെ അകത്തോണ്ട് പോയി നോക്ക്. ഈ ഡോക്ടർമാരൊക്കെ കൃത്യസമയത്ത് വന്നിരുന്നെങ്കിൽ 2 ജീവൻ രക്ഷപ്പെടുത്തായിരുന്നു, അറിയാമോ? സിസ്റ്റർ, ആ അറ്റൻഡർ രാമുവിനോട് ഇങ്ങോട്ട് വരാൻ പറയൂ. 2 ബോഡീസും പോസ്റ്റ്മോർട്ടത്തിന് അയക്കണം. കഷ്ടം, വെറുതെ 2 ജീവൻ പോയി. ഡോക്ടർ ഉണ്ടായിരുന്നെങ്കിൽ രക്ഷപ്പെടുത്താനുള്ള ശ്രമമെങ്കിലും നടത്തായിരുന്നു. അച്ഛാ, 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 അച്ഛാ. നല്ലൊരു ഫ്യൂച്ചറുള്ള ഒരു കുട്ടിയുടെ ജീവിതം ഇങ്ങനെ വേസ്റ്റ് ആവാൻ പാടില്ല. ഒരു ടീച്ചറായിട്ട് അത് നടക്കാൻ വിടരുത്. ആ കുട്ടിയെ എങ്ങനെയെങ്കിലും സഹായിച്ചേ പറ്റൂ. ഹായ്, ഏവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ അജിത്. ഇന്ന് വളരെ മികച്ച ഒരു ദിവസമാണ്. കാരണം വീക്കെൻഡ് വിത്ത് ലെജൻഡ് പ്രോഗ്രാമിന്റെ 100ാമത്തെ എപ്പിസോഡാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഏറ്റവും വലിയ മാധ്യമ പ്രവർത്തകനായ ശ്രീ വിശ്വേശ്വർ ഭട്ട് സർ. അദ്ദേഹത്തെ നമ്മുടെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം സർ. താങ്ക് യു അജിത്. ഒരു മാധ്യമ പ്രവർത്തകനായി അദ്ദേഹം കടന്നു വന്ന വഴികളും അനുഭവങ്ങളും, ഇന്ന് മാധ്യമങ്ങൾ നേരിടുന്ന കഷ്ടപ്പാടുകളെ കുറിച്ചുള്ള ഏത് ചോദ്യങ്ങളും നിങ്ങൾക്ക് അദ്ദേഹത്തിനോട് ചോദിക്കാം. ഏവർക്കും സ്വാഗതം. സാർ, നിങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്തുണ്ടായിരുന്ന കാര്യങ്ങളെ കുറിച്ച് പറയൂ. അത് ഞാൻ കഴിഞ്ഞ 22 വർഷങ്ങളായിട്ട് ഈ സമൂഹത്തിന് വേണ്ടിയും ഓരോ മനുഷ്യർക്ക് വേണ്ടിയും അതുപോലെ TV ചാനലുകൾക്കും അനുകൂലമായി ജോലി ചെയ്തുകൊണ്ടേയിരുന്നു. ഓരോ ദിവസവും എന്നെ സംബന്ധിച്ചിടത്തോളം ഉത്സാഹമായ ദിനം തന്നെയാണ്. ഇന്നത്തെ ദിവസം പോലെ നാളെ ഉണ്ടാവില്ല, നാളത്തെ ദിവസം പോലെ അടുത്ത ദിവസം ആകില്ല. നമ്മുടെ ജീവിതത്തിൽ ഡൾ ഡേ, ശോകമുഖമായ ദിവസം എന്ന് പറയുന്നത് അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഓരോ ദിവസവും പുതിയ പുതിയ ആൾക്കാരെ കണ്ടുമുട്ടുകയാണ്, പുതിയ പുതിയ വെല്ലുവിളികളെ നേരിടുകയാണ്. ഇന്നത്തെ ഈ ദിവസം പോലെ നാളത്തെ ദിവസം ഉണ്ടാവാത്തത്, ഇന്നത്തെ ദിവസം പോലെ നാളെ എങ്ങനെ അത് വ്യത്യസ്തമായി മാറുന്നു, അതുപോലെ തന്നെയാണ് ഓരോരുത്തരുടെയും ജീവിതം. ഇന്ന് നമ്മൾ ജീവിക്കുന്നത് പോലെയല്ല നാളെ നമ്മൾ ജീവിക്കുന്നത്. അടുത്ത ദിവസം വ്യത്യസ്തമായിരിക്കും. ഇതേപോലെ ഞാൻ കടന്നു വന്ന ജീവിതം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടും വളരെ ഉത്സാഹത്തോടും കൂടിയും ആയിരുന്നു. സർ, താങ്കളുടെ അഭിപ്രായത്തിൽ ഒരു മാധ്യമ പ്രവർത്തകന് വേണ്ട കഴിവുകൾ എന്തൊക്കെയാണ്? എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മാധ്യമപ്രവർത്തകൻ സമൂഹത്തിൻ്റെ മനസാക്ഷിയുടെ പൂർണ്ണ അടയാളമായിരിക്കണം. അവനൊരു ഹ്യൂമൻ ആന്റിന പോലെ ആവണം. ഈ സമൂഹത്തിൻ്റെ കണ്ണ്, കാത് മാധ്യമപ്രവർത്തകരാണെന്ന് പറയും. ഒരു മാധ്യമപ്രവർത്തകൻ എല്ലാ കാര്യങ്ങളും വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം. മനസ്സിലാക്കാതെ ഒന്നും അവൻ എഴുതാൻ കഴിയില്ല. അയാള് നന്നായി മനസ്സിലാക്കിയാൽ നന്നായിട്ട് അയാൾക്ക് എഴുതാനും പറ്റും. അതുമാത്രമല്ല, ഒരു മാധ്യമപ്രവർത്തകൻ സമൂഹവുമായി എപ്പോഴും ഒന്നു ചേർന്നിരിക്കണം. ജനങ്ങളുമായി സഹകരിക്കണം, സംവദിക്കണം. അതേപോലെ ഒരുപാട് യാത്രകൾ ചെയ്യണം. യാത്രകൾ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ പുറം കണ്ണുകൾ തുറക്കുകയില്ല. അങ്ങനെ വന്നാൽ നിങ്ങളുടെ മനസ്സ് ചെറുതാകും. അതുകൊണ്ട് ഒരു മാധ്യമപ്രവർത്തകൻ ഒരുപാട് യാത്രകളൊക്കെ ചെയ്യണം, ഒരുപാട് സംസാരിക്കണം, പലതും പരിശോധിക്കണം, അതേപോലെ തന്നെ ഒരുപാട് വായിക്കണം. ഇതിനേക്കാളും ഒക്കെ വലുതായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ വിശ്വസിക്കാനുള്ള കഴിവ്. നമ്മൾ എന്താണോ ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത് അത് വളരെ പ്രധാനമാണ്. ആർക്കാണോ ഈ ക്രെഡിബിലിറ്റി ഇല്ലാത്തത്
അവരെന്ത് എഴുതിയെന്ന് പറഞ്ഞാലും ജനങ്ങൾ ഒരിക്കലും വിശ്വസിക്കില്ല. ഇതിൻ്റെയൊക്കെ കൂടെ ഒരു മാധ്യമ പ്രവർത്തകന് തൊഴിലിനോടുള്ള കൂറും അതുപോലെ വിശ്വാസവും വളരെ പ്രധാനമാണ്. റിംഗ് ആവുന്നുണ്ടോ? സർ, അങ്ങൊരു നല്ല മാധ്യമപ്രവർത്തകനാണോ അതോ സാറിന്റെ ഭാര്യയ്ക്ക് നല്ലൊരു ഭർത്താവാണോ? മാധ്യമപ്രവർത്തനത്തിൽ ഒരു പഴമൊഴിയുണ്ട്, ഗുഡ് എഡിറ്റർ ഇസ് എ ബാഡ് ഹസ്ബൻഡ്. അതായത് മാധ്യമപ്രവർത്തകൻ എന്നത് വേറെ, എഡിറ്റർ എന്നതും വേറെയാണ്, ഭർത്താവാകുന്നതും വേറെയാണ്. ഇത് രണ്ടും തികച്ചും വ്യത്യസ്തമായ രണ്ട് തലങ്ങളാണ്. പക്ഷേ ഒരു നല്ല എഡിറ്ററായി ഇരിക്കുന്നയാള് ഈ രണ്ട് റൂൾസും ഒരുപോലെ പ്രയോജനപ്പെടുത്തണം. മറ്റൊരു കാര്യം കൂടിയുണ്ട്, ഒരു എഡിറ്റർ എന്ന് പറയുന്നത് ഭാര്യയെ പോലെയാണ്. ഈ കാര്യം ഞാൻ എന്തിനാ പറയുന്നത് വെച്ചാൽ, ഒരു നല്ല എഡിറ്റർക്ക് വായിക്കുന്ന ആൾക്കാർക്ക് എന്ത് കൊടുക്കണമെന്ന് അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഒരു ഭർത്താവിന് തൻ്റെ ഭാര്യയ്ക്ക് എന്താണ് കൊടുക്കേണ്ടതെന്ന് കൃത്യമായിട്ട് അറിയാം. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു നല്ല എഡിറ്റർ ആണെന്ന് തന്നെയാണ് കരുതുന്നത്, അതുപോലെ നല്ല ഭർത്താവാണെന്നും വിശ്വസിക്കുന്നു. ഈ രണ്ട് റോളുകളും കറക്റ്റായിട്ട് ഒരേ ടൈമിൽ ഞാൻ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. സാർ, നിങ്ങളിപ്പോ ഒരു പത്രക്കാരനായിരുന്നില്ലായിരുന്നെങ്കിൽ വിശേഷ് ഭട്ട് എങ്ങനെയായിരുന്നു? ഇത് വളരെ ടഫായ ഒരു ക്വസ്റ്റ്യനാണ്. ഞാൻ അറിഞ്ഞത് വായിക്കുവാനും പിന്നെ എഴുതുവാനാണ്. അതേപോലെ തന്നെ തൊഴിലിൻ്റെ കാര്യത്തിൽ എനിക്ക് ആകെ അറിയാവുന്നത് മാധ്യമപ്രവർത്തനമാണ്. ഒരു പക്ഷേ ഞാനൊരു മാധ്യമപ്രവർത്തകനാകാതിരുന്നെങ്കിൽ ഞാൻ എന്തായി തീരുമെന്ന് ആലോചിക്കാൻ പോലും എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ഒരു നിമിഷം അങ്ങനെ തന്നെ ബ്ലാങ്ക് ആയിപ്പോവും. അതുകൊണ്ട് എനിക്ക് എൻ്റെ ഫസ്റ്റും ലാസ്റ്റുമായിട്ടുള്ള പ്രയോറിറ്റി ഈ മാധ്യമപ്രവർത്തനമാണ്. യുവാക്കളായ മാധ്യമപ്രവർത്തകർക്ക് നല്ല ഒരു വഴികാട്ടിയായതിനും നല്ല അനുഭവങ്ങൾ ഷെയർ ചെയ്തതിനും വളരെയധികം നന്ദിയുണ്ട് സാർ. താങ്ക് യു വെരി മച്ച്.